ഗൈസ് ഞങ്ങൾ കിച്ചുമോളെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലത്തെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായയോടെയൊക്കെ കഴിഞ്ഞു. മുറ്റടിച്ച് വാരൽ, അകടിച്ച് വാരൽ, അങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കിച്ചുമോളുടെ ഡാൻസിൻ്റെ പ്രാക്ടീസായിട്ട് ഇരിക്കണോ. ഇന്നിപ്പോൾ ലീവാണല്ലോ. തത്ത ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. എണീറ്റിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചപ്പാത്തിയും പിന്നെ വൻപയർ അല്ലെങ്കിൽ മമ്പയർ അത് വെച്ചിട്ടുള്ളൊരു കറിയൊക്കെ വന്നിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കണതാണല്ലോ. അപ്പോൾ ഞാൻ അരി കുറവാണ്, അരി നോക്കി. അപ്പോൾ ഈ മാസം റേഷൻ കടയിൽ നിന്ന് അരി ഉണ്ടെന്നോ, ഈ മാസമാണോ കഴിഞ്ഞ മാസമാണോ വാങ്ങിയെന്ന് അറിയണില്ല. എന്തായാലും ഞാനിവിടെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടെ. അപ്പോൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ അരിപ്പാത്രം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കുറച്ച് അരിയേ ഉള്ളൂ. അപ്പം ഞാൻ പോയി വാങ്ങിയിട്ട് വരാം കേട്ടോ. ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തി കറി. ഇന്നെന്താ ഇവിടെ ഡാൻസ് കളി? ഗൈസ്, അപ്പം ഞാനിതാ കടയിലൊക്കെ പോയി വന്നിട്ടുണ്ട്. വൈകുന്നേരത്ത് ഞാൻ കണ്ടതാണ് കേട്ടോ. അരി തീർന്നൊക്കെ ഞാൻ വൈകുന്നേരത്ത് കണ്ടിരുന്നു. പക്ഷേ വൈകുന്നേരത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് കടയിൽ പോകാൻ ഭയങ്കര മടിയായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ നാളെ മക്കൾക്ക് ക്ലാസ് ഇല്ല, അതിരാവിലെ നമുക്ക് ചോറ് വെക്കണം എന്നുണ്ടെങ്കിലാണല്ലോ. പിന്നെ ആ സമയത്ത് മഴയാണെന്ന് നോക്കാതെ പിന്നെ പോയി വാങ്ങും. അപ്പം ഞാനോർത്ത് രാവിലെ മക്കൾക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലോ, രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ പതുക്കെ കടയിൽ പോയിട്ട് വാങ്ങി വരാമെന്ന് വിചാരിച്ചു. പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസം മക്കളും തന്നെ അപ്പോൾ അതൊക്കെ എണീക്കുള്ളൂ. അപ്പോൾ അവരെ ചായപൊടി എന്ന് പറയുമ്പോൾ 10-11 മണിയാവും ചായപൊടി കഴിയണമെങ്കിൽ. പിന്നെ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കല്ലേ ചോറ്. അപ്പോൾ അത് റേഷൻ കടയിലത്തെ അരി പോലത്തെ അത് പെട്ടെന്ന് വേവുന്ന അരി തന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ. കാരണം നമുക്ക് വിറകൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസിലല്ല എല്ലാം ചെയ്തെടുക്കണേ. അപ്പോൾ ഒന്ന് അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന അരി ആണല്ലേ അതൊരു എളുപ്പമായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് അരി വാങ്ങിച്ചു. പിന്നെ ഒരു ബ്രെഡ് വാങ്ങിച്ചു. ബ്രെഡ് വാങ്ങിച്ചത് ലൂക്കയ്ക്ക് കൊടുക്കാനാണ് കേട്ടോ. തൈര് ചോദിച്ചപ്പോൾ തൈരും പാലൊന്നും അവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഒരു ബ്രെഡ് വാങ്ങിയിട്ട് വന്നു. പിന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് നേന്ത്രപ്പഴവും അതുപോലെ മൈദപ്പൊടിയൊക്കെ വാങ്ങി. കുട്ടികളുടെ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, അപ്പം എന്നാൽ അതുകൊണ്ട് വൈകുന്നേരത്ത് പഴംപൊരി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് തക്കാളി, വെളുത്തുള്ളി അങ്ങനെയുള്ള 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിക്കൊണ്ടെന്ന് കാണാൻ വലിയ സാധനങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ വില കൊടുക്കുമ്പോൾ 500 രൂപ അല്ലെങ്കിൽ 400 രൂപ എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവും. കാരണം കാണാൻ അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്തുകൊണ്ട് എടുത്ത് വെക്കട്ടെ കേട്ടോ. എന്നാൽ പിന്നെ ആ ജോലി കൊണ്ട് തീർന്നു കിട്ടുമല്ലോ. കൊണ്ടുവരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അത് ഒതുക്കി വെച്ചാൽ ആ പണി അങ്ങ് തീർന്നു കിട്ടും. അപ്പം നമ്മളെ വെള്ളമൊക്കെ അവിടെ ചൂടാവണേ ഉള്ളൂ. അപ്പം ഇനി ലൂക്കയ്ക്ക് കുറച്ച് ബ്രെഡ് എന്താ പറയുക, പാലില്ല. അപ്പം ഞാൻ കുറച്ച് ചൂട് വെള്ളത്തിൽ നല്ല വെള്ളം അങ്ങോട്ട് തിളപ്പിച്ചു. എന്നിട്ട് ആ വെള്ളത്തിൽ ഞാൻ ഈ ഒരു ബ്രെഡൊന്ന് പിന്നെ സോഫ്റ്റാക്കി എടുക്കുകയാണ്. പാലില്ലാത്തതുകൊണ്ട് അവൻ അങ്ങനെ അവിടെ കിടന്ന് കുറയ്ക്കുന്നുണ്ട്. വിശന്നിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം രാവിലെ അവന് ഫുഡ് കൊടുക്കണതാണ്. അപ്പം ഇന്ന് പാലും തൈരും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രെഡിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നനച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ ചൂടുവെള്ളം നനച്ചവിടെ വെക്കട്ടെ. എന്നിട്ട് പിന്നെ ചൂട് പോയതിന് ശേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അരി പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചു. അരി ഞാൻ അപ്പുറത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാനുള്ള അരി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവന് ഉള്ള ബ്രെഡും കൂടെ ഉണ്ട് കുതിർത്തി വയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൈദപ്പൊടി എടുത്ത് വയ്ക്കാനായിട്ടില്ല കേട്ടോ. അത് ഞാൻ വൈകുന്നേരത്ത് പഴംപൊരി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ പഴംപൊരിക്കുള്ള മാവും കൂടെ കൂട്ടി വയ്ക്കണം. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഈ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ആണ് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് ചടപടേന്ന് ഓരോ പണികൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പാലില്ല, പാലും തൈരും ഞാൻ കടയിൽ പോയപ്പോൾ ഇല്ല, കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയാകുമ്പോൾ ഇറങ്ങിയതാണ്. അപ്പം അവിടെ ഞാൻ വെള്ളം ചൂട് വെള്ളത്തിൽ ബ്രെഡ് ഇങ്ങനെ കുതിർത്തിട്ട് കൊടുക്കുന്നു. വിശന്നിട്ട് ഭയങ്കര തടസ്സമായിരുന്നു.
അപ്പോൾ ഞാൻ പഴംപൊരിക്ക് വേണ്ടിയിട്ടേ മൈദപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മൈദപ്പൊടിയും അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും രണ്ടും കൂടെ ഇട്ടിട്ടാണ് മാവ് കൂട്ടി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ആദ്യം പൊടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. മൈദപ്പൊടി ഇപ്പോൾ കൊണ്ടുവന്നത് അരിച്ചെടുക്കണം, ഗോതമ്പ് പൊടി അരിച്ച് എടുക്കണമെന്നില്ല, കാരണം അരിച്ച് നല്ല വെച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ രണ്ടിൽ നിന്നും കുറേശ്ശെ പൊടി എടുക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പഞ്ചസാര, ഒരു സോഡാപ്പൊടി കുറച്ച്, പിന്നെ കുറച്ച് എന്താ പറയുക സോഡാപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മാവ് നന്നായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരുമല്ലോ. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുക. അപ്പോൾ അതും സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ അവനുള്ള ബ്രെഡ് നനച്ച് ഭയങ്കര ചൂട്, അതൊന്ന് ചൂട് പോവാതെ ഒന്ന് കൊടുക്കാൻ വയ്യല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു മാവും കൂടെ അവിടെ റെഡിയാക്കി വയ്ക്കുമ്പോഴത്തേക്കും അതവിടെ ചൂടാറി കിട്ടും. എന്നിട്ട് അവന് കൊണ്ടു കൊടുക്കണം. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ലൂക്കാച്ചിന് ഫുഡ് കൊണ്ടു കൊടുക്കട്ടെ. പിന്നെ ചൂടാറിയിട്ടുണ്ട്. അവൻ്റെ പാത്രം ഒന്ന് കഴുകട്ടെ. അവൻ്റെ പാത്രം പുറത്തിരുന്നിരുന്നു, അപ്പോൾ അതൊന്ന് കഴുകണം. അപ്പോൾ അതിൽ കണ്ടോ, ഞാൻ പുറത്തിറങ്ങി അവൻ്റെ പാത്രം എടുത്തപ്പോഴേ അവന് മനസ്സിലായിട്ടുണ്ട് അവന് ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. അതാണ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കണുണ്ട് ആൾ. നല്ല വിശന്നിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 10:30-11 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവന് ഫുഡ് കൊണ്ടു കൊടുക്കട്ടെ. ഫുഡ് അവന് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറ്റി കെട്ടണം. രാവിലെ അവനെ അവിടേക്ക് കെട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വെയിലായി കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് എവിടേക്കെങ്കിലും കെട്ടും. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം അവിടെ നിന്ന് മാറ്റിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കാൻ. അപ്പോൾ ലൂക്കേൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവനൊന്ന് മാറ്റി കെട്ടട്ടെ, എന്നിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വേണം എനിക്കിനി അകത്തേക്ക് കയറാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. അകത്തേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരിയൊക്കെ ചൂടുവെള്ളം കൊണ്ടും പച്ചവെള്ളം കൊണ്ടൊക്കെ കഴുകിയിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ കറി എന്നൊക്കെ പറയണത് സാമ്പാറാണ്. ഞാൻ വെള്ളരിക്കയാണ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പച്ചക്കറി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും കൂടെ ഉള്ള കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണ്, തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ അടുക്കളയിലെ വിശേഷങ്ങൾ, കുക്കിങ്ങൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ തീർത്തിട്ടുണ്ട്. അന്ന് പിന്നെ നമ്മൾ കുക്ക് ചെയ്യണത് ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ, സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കേണ്ട ആവശ്യമുള്ളല്ലോ. അപ്പോൾ സ്പെഷ്യലൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരു സാമ്പാറും പിന്നെ ഒരു സോയാബീൻ വറുത്തതാണ്, ഇവർക്ക് ഇഷ്ടമാണ് സോയാബീൻ. അപ്പോൾ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുക്കിങ്ങും അങ്ങനെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞു, കുളി കഴിഞ്ഞു, ഒന്ന് സുന്ദരിയായി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ, കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ അകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. പിന്നെ ഫുഡ് കഴിക്കണം. തത്ത കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കിച്ചുമോളുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണം. ഒക്കെ തന്നെയാണ് വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. വ്യൂസ് കുറച്ചാണെങ്കിലും അത്ര തന്നെ ലൈക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മക്കളൊക്കെ ചോറുണ്ടാണ്, 2 മണിയായി സമയം. അപ്പോൾ ഞങ്ങളൊക്കെ ഇനി ചോറുണ്ടട്ടെ. അവരവിടെ പുറത്ത് കുട്ടികളൊക്കെ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിയൊക്കെ അവർക്ക് വെച്ച് കൊടുത്തു. മീനൊന്നുമില്ല, സാമ്പാറും സോയാബീനൊക്കെ ഉള്ളൂ, അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ചോറുണ്ടാണ്. ഇനിയിപ്പോൾ ഞാനും ചോറുണ്ടട്ടെ കേട്ടോ. പ്ലസ് ഞങ്ങൾ കിച്ചുമോളുടെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂംസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോയി നോക്കട്ടെ.
കുടുംബടുത്തൊരു കടയുണ്ട് ഷോപ്പ്, അവിടെ പോയി നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കേണ്ടി വരും. അങ്ങനെ ഞാനും കിച്ചുമ്പോളും കൂടെ കോസ്റ്റ്യൂംസൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. നമുക്കൊരു കടയിലില്ലെങ്കിൽ വേറെ എവിടെ നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. 2 ദിവസം ഇനി സമയമുണ്ട്, പക്ഷെ എന്നാലും അത് ഉണ്ടോയെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇരുന്നിട്ട് അവിടുന്ന് പിന്നെ അവർ വിളിച്ചപ്പോഴത്തേക്ക് അവർ വന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെമി ക്ലാസിക്കൽ ഡാൻസാണ്, അപ്പോൾ അതിന് പറ്റിയ കോസ്റ്റ്യൂംസ് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് 1-2 ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് കാണിച്ച് തന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയത് ഞങ്ങളെടുത്തു. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഈ ഒരു കോസ്റ്റ്യൂംസിന് നമ്മളല്ലാണ്ട് സമയത്ത് ഇപ്പോൾ കലോത്സവമൊക്കെ നടക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട്, ആർട്സൊക്കെ നടക്കുന്ന ടൈമാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും കുട്ടികൾ പഠിച്ചതാണ്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ 1-2 പാരൻസിനൊക്കെ വിളിച്ചു, കാരണം എല്ലാവരുടെ സമ്മതം നമുക്ക് അറിയണമല്ലോ. കുട്ടികൾ കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് ആരൊക്കെ വില്ലിങ് ആണെന്ന് അറിയണം. എല്ലാവരുടെ കയ്യിലും ക്യാഷ് എടുക്കാനുണ്ടാവും എന്നുള്ള അറിയില്ല. നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്, അവരുടെ ഡ്രസ്സും അതിനുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ എന്നാൽ തന്നെ മേക്കപ്പ് ചെയ്യേണ്ടത് ഞങ്ങളെല്ലാവരും കൂടെ, പാരൻസ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് മേക്കപ്പ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ആ ഒരു എമൗണ്ട് ഞങ്ങൾക്ക് കുറച്ച് കിട്ടി. ബാക്കി ഡ്രസ്സിനും ഓർണമെൻറ്റ്സിനും നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അവരോട് പറഞ്ഞ് നമ്മൾ വില പേശാന്നൊക്കെ പറഞ്ഞ് കുറച്ചും തന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഹോസ്പിറ്റലിൽ പോകണ ഇതുണ്ടായിരുന്നു. നിലമ്പൂർ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി. കിച്ചുമോളെ ഞാൻ വീട്ടിലാക്കിയിട്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ. അപ്പം മഴയൊക്കെ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.